ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനം തരും. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മനഃശാന്തിയില്ലാതെ ജീവിതം കൊടുക്ക അവസാനിപ്പിക്കുക. എന്തിനാ ജീവിക്കുന്നത്? ആർക്കാ ജീവിക്കുന്നത്? എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനവുമില്ല, തന്നെയല്ല എനിക്ക് സമാധാനമില്ല എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ യേശു സമാധാനം തരും. അത് അനുഭവിക്കുന്നവരായി ഇതിനകത്തിരിക്കുന്നവരല്ല. ഒരു കാലത്ത് ഇതിനകത്തിരിക്കുന്ന പലർക്കും സമാധാനമില്ലായിരുന്നു. അവിടെ മാത്രമാണോ? ഇവിടെ ഇല്ലേ? ഓ മിണ്ടുകാല. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇരിക്കുന്നവർക്കും ഇതിനകത്തിരിക്കുന്ന പലർക്കും ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു. എന്നാൽ യേശു ഉള്ളത്തിൽ വന്നപ്പോൾ നോക്ക് എന്ത് സമാധാനത്തോടിരിക്കുന്നു. വേണ്ട നോക്ക, ഭയങ്കര സമാധാനം. സമാധാനം എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ലെന്നല്ല. ഇതിനകത്ത് കടമുള്ളവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്. കൈപൊക്കിക്കുക, തരാനൊന്നും വല്ല അറിയാന ആർക്കുമില്ലേ? പുറകിലൊന്ന് പിന്നെ ഒരാണ്ട് പൊക്കിയതാന്നോ ചുമ്മാ വെച്ചതാന്നോ? നിങ്ങൾക്കാർക്കും കടവൊന്നും ഇല്ല. പിന്നെ ഞാൻ പൊക്കാതെ ഞാൻ വന്ന് പൊക്കണം. ഇവിടെ ഇരിക്കുന്ന പലർക്കും കട ജയ്സാ ഇല്ലേ? ഇല്ലേ? ശരിപോയി മോനെ, നിങ്ങൾക്ക് കടം വല്ലതും ഉണ്ടോ? കുടുംബജീവിതമൊന്നും ആയില്ലല്ലോ അല്ലേ? ഇവിടെ ഇരിക്കുന്ന പലർക്കും കടഭാരമുള്ളവരാ. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇതിനകത്തുണ്ട്. ഒന്ന് കൈപൊക്കിക്കും. മതി, ഉണ്ടല്ലോ എത്ര എണ്ണം. എന്നാലും എന്ത് സന്തോഷത്തോടായിരിക്കുന്നു. രോഗപീഠകളുള്ളവരുണ്ട്, പലവിധ രോഗങ്ങൾ ഇല്ലേ? കൈപൊക്കിക്ക്. ഉണ്ട് എത്ര. അത് മുഴുവൻ പൊക്കണ്ട. എല്ലാം ഇത് തന്നെ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം എല്ലാം പരുവക്കേടി വന്നിരിക്കുക. എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ. അതെന്നാ? സുവിശേഷകത്ത് വന്നത്. രോഗമുണ്ട്, കടഭാരമുണ്ട്, സ്വന്തമായിട്ട് വീടില്ല, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും മുഖത്തോട്ടൊക്കെ നോക്കി എന്ത് സമാധാനമാണ്. അതെന്നാന്ന് ചോദിച്ചാൽ യേശു ഉള്ളത്തിൽ വന്നു. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ സമാധാനമായി. അത് പറയാ. നമ്മുടെ കർത്താവിൻ്റെ പേരുകൾ പലതുണ്ട് വേദപുസ്തകത്തിൽ. പല പര്യായ പദങ്ങളുണ്ട്. അതൊരു പദം ഇങ്ങനെ, സമാധാന പ്രഭു.